അനുഗ്രഹ സാക്ഷ്യത്തിൻ്റെ സമയമാണിപ്പോൾ. ഈ സമയത്ത് കഴിഞ്ഞ നൈറ്റ് വിജിലുകളിലൂടെ ദൈവം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഏതാനും ചില കത്തുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആ കത്തുകളിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് 5-6 കത്ത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഈ അനുഗ്രഹ സാക്ഷ്യത്തിൻ്റെ സമയം ചെലവഴിക്കുന്നത് ശലോമൻ ട്രസ്റ്റിലെ ശുശ്രൂഷകനായ ഡൊമിനിക് സാവയാണ്. അദ്ദേഹത്തോടൊപ്പം കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം ഈ ലോകത്തിൻ്റെ മേൽ ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കൂടുതൽ വിശ്വാസം ആർജിക്കാനുള്ള സമയമാണ്. നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവുകയും ചെയ്യാം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. വീണ്ടും ദൈവം കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിലൂടെ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് വീണ്ടും നമുക്ക് നന്ദിയുള്ളവനായിരിക്കാം. കാരണം ദൈവം സങ്കീർത്തനം ഇപ്രകാരം പറയുകയാണ്. 116 സങ്കീർത്തനം 12 തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: കർത്താവേ, അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തിന് പകരമായിട്ട് ഞാൻ എന്തു നൽകും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ അങ്ങേക്ക് മഹത്വം നൽകും, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ നല്ലവനായ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ലോകത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. വീണ്ടും അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ സമയങ്ങളിൽ വിശ്വാസത്തോടെ എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക്, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ എൻ്റെ അധരങ്ങളിലൂടെ ഉച്ചരിച്ചുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നൽകിയ നന്മയ്ക്ക് നമുക്ക് മഹത്വം നൽകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും ഒരു ബത്സദ കുളക്കരയുടെ അടുത്താണ് നിൽക്കുക. സക്കറിയ പ്രവചനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്: വസന്തവൃഷ്ടിയുടെ കാലത്ത് നിങ്ങൾ മഴ ചോദിക്കുവിൻ, വസന്തവൃഷ്ടിയുടെ കാലത്ത് നിങ്ങൾ മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് ഭൂമിയിലെ സകല ജനത്തിനും വേണ്ടി ഭൂമിയെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഈ വസന്ത വൃഷ്ടിയുടെ കാലം എന്ന് പറയുന്നത് അഭിഷേകത്തിന്റെ ഒരു തീരത്ത്, ഈ ബത്സദ കുളക്കരയിലാണ്. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഈ വസന്ത കാലഘട്ടങ്ങളിൽ, അനുഗ്രഹത്തിന്റെ ഈ കാലത്തില്, അഭിഷേകത്തിന്റെ ഈ കാലത്തില് വിശ്വാസത്തോടെ തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ജാഗരൂകതയോടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ദൈവം നൽകിയ ഏതാനും ചില സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസ വർധനവിന് കാരണമാകാൻ വേണ്ടി നമുക്ക് വായിക്കാവുന്നതാണ്. ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ടപ്പോഴും ദൈവം കരുതിയതിന്റെ ഒരു അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ ആദ്യമേ വായിക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന 2 കുഞ്ഞുങ്ങളുടെ ജീവൻ അത്ഭുതകരമായി ദൈവം സംരക്ഷിച്ച് ജീവന്റെ മേലും മരണത്തിന്റെ മേലും കർത്താവിന് അധികാരമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ദൈവം ഈ സാക്ഷ്യത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുകയാണ്. ഈ കത്ത് എഴുതിയിരിക്കുന്ന കോട്ടയത്തിൽ നിന്നും അലക്സ് ഫ്രാൻസിസ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ ഭാര്യ 7-ാം മാസത്തിൽ 2 പെൺകുട്ടികളെ പ്രസവിച്ചു. കുട്ടികൾക്ക് 1 കിലോ 200 ഗ്രാം വീതം തൂക്കമേ ഉണ്ടായിരുന്നുള്ളൂ. 1.5 മാസത്തോളം അവർ NICUവിലായിരുന്നു. ആ സമയത്ത് മെനഞ്ചറ്റിസ്, കുടലിൽ അണുബാധ തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ടു. കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്ന് ഡോക്ടർമാർക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ജാഗരണ പ്രാർത്ഥനയിൽ സഹായം തേടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം നൽകി. അവർക്കിപ്പോൾ 3 വയസ്സാകുന്നു. പൂർണ്ണ ആരോഗ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓമനയോടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോ അവർ അയച്ചു തന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഹെസക്കിയ രാജാവ് താൻ രോഗബാധിതനായി എന്നറിഞ്ഞപ്പോൾ അവൻ വിശ്വാസത്തോടെ തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞു. സ്നേഹമുള്ളവർ, ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ
ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അസ്തമിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം, നമ്മുടെ കുടുംബത്തിലുണ്ടാകാം. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവനാണ് എന്ന് വെളിപ്പെടുത്തുവാൻ തക്ക തരത്തിൽ ഈ സാക്ഷ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം ഈ കുഞ്ഞിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട്, ഈ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു നൽകിയതിനെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേര് താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേര് താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. അടുത്ത സാക്ഷ്യം, ഏതു പ്രതികൂലങ്ങളിലും ദൈവത്തിൽ ശരണപ്പെടുന്നവന്റെ ആ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു അത്ഭുതകരമായ സാക്ഷ്യമാണ് നാം വായിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ നിന്നുമാണ്. കുരാച്ചുണ്ട് എന്ന സ്ഥലത്തു നിന്നും അന്നക്കുട്ടി അറിയിക്കുന്ന അനുഭവ സാക്ഷ്യമാണ് നമ്മൾ വായിക്കുക. ആ സഹോദരി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നാളുകളായുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കിണർ കുഴിക്കുക എന്നുള്ളത്. അതിനായി സ്ഥാനം കണ്ട് പണി ആരംഭിച്ചു. സ്ഥാനക്കാരൻ 10 കോലിന് വെള്ളം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. പണി തുടങ്ങി 1 കോൽ കഴിഞ്ഞപ്പോൾ ഉപ്പുപാറ കണ്ടു തുടങ്ങി. 5 കോൽ താഴ്ത്തി കഴിഞ്ഞപ്പോൾ കടും പാറയായി. ഏതായാലും 11 കോൽ വരെ വെടിവെച്ച് താത്തിയിട്ടും വെള്ളത്തിന്റെ അടയാളം കണ്ടില്ല. ഞങ്ങൾ തീർത്തും നിരാശരായി. പാറ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ശാലോമിൽ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 1 തലേ ആഴ്ച വെള്ളത്തിന്റെ ചെറിയ ഒരു തണുപ്പ് കണ്ടത് പിന്നെ കണ്ടില്ല. ഇതിനിടെ മകൻ പറഞ്ഞു, 2 ദിവസം കൂടി കൂലി കൊടുക്കുവാനുള്ള പണമേ കയ്യിലുള്ളൂ, വെള്ളം കിട്ടിയാലും ഇല്ലെങ്കിലും പണി നിർത്തും. ഇപ്പോൾ 13 കോൽ കഴിഞ്ഞു. 3.5 ലക്ഷം രൂപയോളം ചിലവായി. പണയം വെച്ചും ബാങ്ക് ലോൺ എടുത്തും കിട്ടാവുന്നിടത്തുനിന്ന് എല്ലാം വാങ്ങി ചിലവാക്കി. ഇനി യാതൊരു നിവൃത്തിയുമില്ല. ദൈവം മാത്രമേ ഇനി രക്ഷയുള്ളൂ. കർത്താവേ, ഞങ്ങളുടെ കിണറ്റിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇതിനിടെ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇനി ഈ കിണറ്റിൽ പണിയേണ്ട, വെള്ളം കിട്ടില്ല എന്ന്. ആ സമയങ്ങളിൽ ചങ്ക് തകർന്നു പോകുന്ന വേദനയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നിരാശരായ ഞങ്ങൾ മാർച്ച് മാസത്തിലെ ജാഗരണ പ്രാർത്ഥനയിൽ ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. 2 കോൽ മുതൽ വെടിവെച്ച് താഴ്ത്തിയ കിണറ്റിൽ ശനിയാഴ്ച രാവിലെ 2ാമത്തെ വെടി പൊട്ടിയപ്പോൾ കല്ലിനടിയിൽ നിന്നും വെള്ളമൊഴുകി, പാറയിൽ നിന്ന് നീർച്ചാലൊഴുകി. ഹല്ലേലൂയ, കരങ്ങളുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹോദരി പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് സ്തുതിയും മഹത്വവും കോടാനുകോടി നന്ദിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിയോട് ചേർന്നുകൊണ്ട്, ഏത് പ്രതികൂലങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും ആ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, അതെ, പാറയിൽ നിന്നും കരിമ്പാറയിൽ നിന്നും നീർച്ചാലൊഴുക്കാൻ കഴിവുള്ള ദൈവം, അവന്റെ പക്കലെ കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ, സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേര് താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാട്ടിടാം. തമ്പേര് താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാട്ടിടാം.
ദൈവത്തിൻ്റെ വചനത്തിന് വിടുതലിൻ്റെ ശക്തിയുണ്ട്. ദൈവവചനത്തിൽ ആഴമായി വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് വായിച്ചു കേൾക്കുന്നത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും വിമല വർഗീസ് എന്ന സഹോദരിയാണ്. സ്നേഹം നിറഞ്ഞ ശാലോം പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടക്കാനായി പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് 2012 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ നൈറ്റ് വിജിൽ പങ്കെടുത്തിരുന്നു. നൈറ്റ് വിജിൽ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി ജൂലൈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ശാലോമിലേക്ക് ഫോൺ ചെയ്തു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഫോണെടുത്ത സഹോദരൻ പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പ് തരികയും അതോടൊപ്പം ഹബക്കുക്കിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം എനിക്കായി പറഞ്ഞു തരികയും ചെയ്തു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതായിരുന്നു ആ വചനം. എന്തായാലും വിശ്വാസത്തോടെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഈ വചനം എപ്പോഴും മനസ്സിൽ ഉരുവിടുകയും ചെയ്യുമായിരുന്നു. 27 വയസ്സായ എൻ്റെ മകൾക്ക് പല വിവാഹ ആലോചനകളും വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു ഉചിതമായ തീരുമാനത്തിലെത്താതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഈ വിഷയങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ നൈറ്റ് വിജിൽ 2012 ആഗസ്റ്റ് മാസത്തെ നൈറ്റ് വിജിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആഗസ്റ്റ് മാസം 10-ാം തീയതിയോടുകൂടി നല്ലൊരു ആലോചന വന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോയി. 20-ാം തീയതി പെണ്ണ് കാണൽ ചടങ്ങ് നടന്നു. അവർക്ക് താല്പര്യമായി. നമ്മൾ അന്വേഷിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം മുറ പോലെ നടന്നു. സെപ്റ്റംബർ 29-ാം തീയതി കല്യാണം ഉറപ്പിച്ചു. 2013 ജൂൺ 5-ാം തീയതി എല്ലാ തരത്തിലും വളരെ ഭംഗിയായി കല്യാണം നടന്നു. ഞങ്ങളുടെ ഏക മകൾക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു വിവാഹം ദൈവം നടത്തി തന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അനവധി വ്യക്തികൾ വിവാഹ തടസ്സങ്ങളുമായി കഷ്ടപ്പെടുന്നുണ്ട്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വചനം നമുക്ക് ഏറ്റുകൊള്ളാം. ഈ സഹോദരി ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഹബക്കൂക്ക് പ്രവാചകന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനം. ഈ നാളുകളിൽ വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഒരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വചനം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് ജീവന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ സഹോദരി പ്രാർത്ഥിച്ചു. ഫലമോ, തന്റെ മകളുടെ വിവാഹം നടക്കാതിരുന്ന മേഖലകളിൽ അത്ഭുതകരമായ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ വിവാഹം നടക്കുവാൻ കർത്താവ് വാതിലുകൾ തുറന്നു കൃപ നൽകി. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്വിൻ, കർത്താവിന് സ്തോത്രം ചെയ്വിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഹബക്കൂക്ക് പ്രവാചകന്റെ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞാൽ വലതുകരം ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിൽ പിടിച്ചിട്ട് ആ വചനം ഒന്ന് ജീവനോടെ പറയാമോ? പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിന് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അധിക സമയമൊന്നും വേണ്ട, ഒരു നിമിഷം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനോഹരമായ ഒരു സാക്ഷ്യം നമുക്ക് വായിച്ചു കേൾക്കാം. എറണാകുളം ജില്ലയിൽ നിന്നും കോടനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന മേരി എന്ന സഹോദരി എഴുതി അറിയിക്കുന്ന സാക്ഷ്യം. വർഷങ്ങളായി കഴുത്തുവേദനയും 2 കൈകൾക്കും വേദനയായിരുന്നു. പല ആശുപത്രികളിലും പോയി ചെക്ക് ചെയ്തപ്പോൾ കഴുത്തിൻ്റെ എല്ലിന് തേയ്മാനം ആണെന്നും ബെൽറ്റ് ഇടണമെന്നും പറഞ്ഞു. കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനോ
ശരിക്ക് കിടക്കുവാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല. 2013 മാർച്ച് മാസത്തിലെ ജാഗരണ പ്രാർത്ഥനയിൽ ആരാധനാ സമയത്ത് രോഗികൾ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ സമയത്ത് ഞാൻ കഴുത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും സൗഖ്യം കിട്ടിയാൽ സാക്ഷ്യം എഴുതി അറിയിച്ചു കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. അത്ഭുതകരമായി ദൈവം തൽസമയം എന്നിൽ ഇടപെടുകയും എൻ്റെ കഴുത്തുവേദന മാറി എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു. എനിക്കിപ്പോൾ കൈകൾ കൊണ്ട് എന്ത് ജോലിയും ചെയ്യുന്നതിനും യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം ഇതേവരെ യാതൊരു മരുന്നും ഉപയോഗിച്ചിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇരിക്കുവാനോ നിൽക്കുവാനോ കിടക്കുവാനോ പറ്റാത്ത രീതിയിൽ നിരന്തരമായ ആശുപത്രികളിലൂടെ മാറി മാറി ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത ഈ സഹോദരി വിശ്വാസത്തോടെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് അവളുടെ ഹൃദയവേദകൾ ചൊരിഞ്ഞപ്പോൾ വിശ്വസിക്കാനാവാത്ത രീതിയിൽ അത്ഭുതകരമായ ഒരു സൗഖ്യം ആ സഹോദര ജീവിതത്തിൽ നൽകി. ഈ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടാൻ കഴിവുള്ളവനാണ്. കർത്താവ് നാളത്തേക്ക് നീട്ടിവെച്ചില്ല, മറിച്ച് തൽസമയം കർത്താവിന്റെ സൗഖ്യം വാങ്ങുകയുണ്ടായി. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെയും എടുത്ത് നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നീ സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. സൗഖ്യദായകനെ സ്തോത്രം ചെയ്വിൻ, സൗഖ്യദായകനെ സ്തോത്രം ചെയ്വിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. പരാജയങ്ങൾ മനുഷ്യനെ നിരാശയിലേക്കല്ല നയിക്കേണ്ടത്, മറിച്ച് ദൈവാശ്രയത്തിലേക്കാണ്, മറിച്ച് പ്രാർത്ഥനയിലേക്കും ദൈവ വിശ്വാസത്തിലേക്കുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അമേരിക്കയില് ഫിലാഡൽഫിയയിൽ നിന്നും ഷിൻസി എന്ന ഒരു സഹോദരി, ആ സഹോദരി ഒരു കൊച്ചു ജീവിതാനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. എൻ്റെ പേര് ഷിൻസി. ഞാൻ അമേരിക്കയിൽ ഫിലാഡൽഫിയയിൽ നഴ്സായി ജോലി നോക്കുന്നു. ഷാലോം നൈറ്റ് വിജിലിലൂടെ എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷന് വേണ്ടി IELTS എക്സാം 3 പ്രാവശ്യം എഴുതി, എങ്കിലും ആവശ്യമായ സ്കോർ ലഭിച്ചില്ല. പിന്നീട് ഷാലോം നൈറ്റ് വിജിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ജനുവരി 2013 ഷാലോം നൈറ്റ് വിജിലിൽ കമ്പ്യൂട്ടറിലൂടെ സംബന്ധിക്കുകയും ചെയ്തു. അതിനുശേഷം ജനുവരി 12 IELTS എക്സാം എഴുതുകയും ഉന്നതമായ സ്കോർ വേണ്ടിയിരുന്നതിലും അധികം നൽകി ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം മരിച്ചുപോയൊരു ദൈവമല്ല, ഇന്നും പ്രവർത്തന നിരതനാണ്. മനുഷ്യന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് അവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് ഇപ്പോഴും പ്രവർത്തന നിരതനായിക്കൊണ്ടിരിക്കുന്ന ദൈവം, അവൻ സ്നേഹമുള്ള പിതാവാണ്. നമുക്ക് അവന്റെ പക്കലേക്ക് 2 കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. എല്ലാ വേദനകളെയും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട്, ദൈവമേ, ഈ രാത്രി എന്നെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി വൃഥാവിലാകരുത്. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ടല്ല നമ്മൾ ദൈവത്തെ അളക്കേണ്ടത്, പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വസിക്കാനാവാത്ത രീതിയിൽ പ്രവർത്തികൾ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ചെയ്യാൻ കഴിവുള്ളവരുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള ബോധ്യത്തോടെ കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് പാടാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് പാടാം. കരങ്ങളടിച്ച് ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിക്കാം. നല്ല ഇടയനെ സ്തോത്രം ചെയ്വിൻ, പാടാമോ? നല്ല ഇടയനെ സ്തോത്രം
നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഹല്ലേലൂയ 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 രണ്ട് കരങ്ങളെ അവന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 4-5 വ്യക്തികൾക്ക് കേൾക്കാവുന്ന ഉച്ചത്തില് യേശുവേ യേശുവേ എന്ന് ഉറക്കെ അവന്റെ നാമത്തെ വിളിച്ച് നമുക്ക് ആരാധിക്കാം. യേശുവേ 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 നന്ദി. യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് യേശുവേ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമ്മൾ ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകം മുഴുവനുള്ള ദൈവമക്കള് ഈ സമയങ്ങൾ ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മളെ ഏറ്റുചൊല്ലി തരുന്ന പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലിക്കൊണ്ട് പ്രത്യേകമായും കർത്താവിൻ്റെ കരുണ ഈ നാളുകളിൽ ലോക സുവിശേഷവൽക്കരണത്തിന് ഒരു വലിയ കരുത്തായി മാറുവാൻ ശാലോമിനെ വീണ്ടും അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മൾ 1 2 10,000 ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ഈ കാലഘട്ടങ്ങളിൽ ശാലോമിന് ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എല്ലാവരും കണ്ണുകൾ അടച്ച കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ കാലഘട്ടങ്ങളില് സഭയിൽ അങ്ങ് ഉയർത്തിയ ശാലോം ഗ്രൂപ്പിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ അഭിഷേകം കൊണ്ട്, പുതിയ കരുത്ത് കൊണ്ട് ശാലോമിനെ നിറയ്ക്കണമേ. ലോകം മുഴുവനും സുവിശേഷം എത്തിക്കുവാൻ, സുവിശേഷം കൊടുക്കുവാൻ ശാലോമിനെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ട ബെന്നി സാറിന് വേണ്ടിയും മാത്യു സാറിന് വേണ്ടിയും സ്റ്റെല്ല ചേച്ചിക്ക് വേണ്ടിയും മറ്റെല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, പുതിയ ശക്തി കൊണ്ട് ശാലോമിന്റെ നേതൃത്വത്തെ നിറയ്ക്കണമേ. പുതിയ അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിന്റെ പുതിയ വിത്തുകൾ വിതയ്ക്കുവാൻ ശാലോമിനെ അയക്കണമേ. രണ്ട് കരങ്ങളെയും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബെന്നി സാറിനെയും മാത്യു സാറിനെയും ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും ലോക സുവിശേഷവൽക്കരണത്തിന് കാരണമാക്കി മാറ്റുവാൻ ഉന്നതമായ അഭിഷേകം അരയോളമല്ല മുട്ടോളമല്ല ഒരു ജീവ നദിയുടെ അനുഭവം നീന്തി തുടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശാലോം മിനിസ്ട്രിയിൽ പകരപ്പെടുവാൻ സ്നേഹത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കൃപ തരട്ടെ, കൃപ 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 കൃപ. കരങ്ങൾ മാറോട് ചേർത്ത് നിന്നിൽ
മുങ്ങിടുവാൻ കൊതിയേറിയിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിയിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിയിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിയിടുന്നേ. വീണ്ടും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷനെ സഭയ്ക്കൊരു അനുഗ്രഹമാക്കി, ലോകത്തിനൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവായ യേശുവേ, ശാലോം മാസികയെ അനുഗ്രഹിക്കണമേ. ശാലോം മാസികയുടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് പതിപ്പുകളെ അഭിഷേകം ചെയ്ത് വളർത്തണമേ. വായനക്കാർക്ക് ആഴമായ ദൈവാനുഭവം ഉണ്ടാകുവാൻ ഈ മാസിക കാരണമാകട്ടെ. സൺഡേ ശാലോമിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ശാലോമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രിയെ അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിനെ സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ അംഗങ്ങളെയും SPF-ലെ എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി ശാലോമിനെ സഹായിക്കുന്നവരെയും പ്രാർത്ഥന വഴിയായി ശാലോമിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷന്റെ എല്ലാ വിതരണ സംവിധാനങ്ങളെയും DTH സംവിധാനങ്ങളെയും കേബിൾ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ എല്ലാ ഏജന്റുമാരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും എല്ലാ അഭ്യുദയകാംക്ഷികളെയും എല്ലാ വായനക്കാരെയും ശാലോം ടെലിവിഷൻ കാണുന്ന സകല പ്രേക്ഷകരെയും അങ്ങയുടേതാക്കി മാറ്റണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഉന്നതമായ അഭിഷേകം ശാലോം മിനിസ്ട്രിയുടെ മേൽ ഇപ്പോൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയട്ടെ. എല്ലാ മിനിസ്ട്രികളും അഭിഷേകം പ്രാപിക്കട്ടെ. എല്ലാ ശുശ്രൂഷകരും കരുത്ത് പ്രാപിക്കട്ടെ. ശുശ്രൂഷയുടെ ഫലം അനുഭവിക്കുന്നവരെ യേശുവിനെ അറിയട്ടെ. ആത്മാർത്ഥമായി മുങ്ങിടുവാൻ കൊതിയേറിയിടുന്നേ. നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിയിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിയിടുന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളൊന്ന് പരസ്പരം ഒന്ന് കോർത്ത് പിടിക്കാമോ? ശാലോം ഇതാ പുതിയൊരു കാൽപൈപ്പ് നടത്തുകയാണ്. ശാലോം വേൾഡ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഒരു ചാനൽ അമേരിക്കയിൽ നിന്നും ഉടൻ തന്നെ ആരംഭിക്കുവാൻ കർത്താവ് തിരുമനസ്സായിരിക്കുകയാണ്. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? അമേരിക്കയിലിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ശാലോം വേൾഡ് എന്ന ഇംഗ്ലീഷ് ചാനൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കുവാനും അമേരിക്കയിൽ അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്
പുതിയ കരുത്ത് കിട്ടുവാനും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും കരങ്ങൾ ഉയർത്തി ആ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, യൂറോപ്പ് മുഴുവനും യേശുവിനെ അറിയുവാൻ വേണ്ടി, തെക്കേ അമേരിക്ക യേശുവിനെ അറിയുവാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ യേശുവിനെ അറിയാൻ വേണ്ടി, അതെ സർവ്വ മുസ്ലിം രാഷ്ട്രങ്ങളും യേശുവിനെ അറിയാൻ വേണ്ടി, ലോക മാനസാന്തരത്തിന് വേണ്ടി ഷാലോം വേൾഡ് ചാനലിനെ USA മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തെ മുഴുവനെയും നനയ്ക്കുവാൻ, വചനം കൊണ്ട് നനയ്ക്കുവാൻ ഷാലോമിനെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിടുന്നേ. ഷാലോം ശുശ്രൂഷ മുഴുവനെ സമർപ്പിച്ച് അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിടുന്നേ. തോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയേറിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരങ്ങളൊന്ന് പിടിക്കാമോ? സന്തോഷത്തോടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാമോ? എന്നിട്ട് ഈ വചനം ഒന്നേറ്റ് പറയുന്നു, വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി കർത്താവ് നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ ചെയ്യും. കരങ്ങൾ ഇടത്തിരിക്കുന്ന വ്യക്തിയുടെ കരങ്ങൾ പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, വിശ്വസിക്കാനാവാത്ത, മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ ശക്തിയോടെ പറഞ്ഞേ, വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഉറപ്പോടെ പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടെ സ്വയം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ.